വാർത്താരംഭം തുടങ്ങുകയാണ്. ഇസ്രായേലിൽ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഒപ്പം ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇന്ന് DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി തൊടുമോ? ഇന്ന് നിർണായകം. DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. പൂരം കലക്കലിൽ തുടരന്വേഷണത്തിലും തീരുമാനം. സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന വിവാദങ്ങൾക്കിടെ നാളെ സഭാ സമ്മേളനം. ആവനാഴി നിറയെ ആയുധങ്ങളുമായി പ്രതിപക്ഷം. PV അൻവറും ശ്രദ്ധാകേന്ദ്രമാകും. ഇറാനെതിരായ തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ കൗൺസിൽ ജനറൽ ന്യൂസ് 18നോട്. പ്രകോപനത്തിന് തുടക്കമിട്ടത് ഇറാൻ, ഹിസ്ബുള്ള സാധാരണക്കാരെ കവചമാക്കുന്നുവെന്നും ഓർലി വൈറ്റ്സ്മൻ ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈനിക നേതാക്കളെ കണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. UN സെക്രട്ടറി ജനറലിന് വിലക്കേർപ്പെടുത്തി ഇസ്രായേൽ. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു മനാഫ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് വാക്പോര്. അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. ഡൽഹിയിൽ ആശുപത്രിയിൽ കയറി ഡോക്ടറെ വെടിവെച്ചു കൊന്നു. സംഭവം ജയ്പൂരിലെ നിമ ആശുപത്രിയിൽ. പിന്നിൽ 2 പേരെന്ന് ജീവനക്കാർ. ADGP MR അജിത് കുമാറിനെതിരെ ഇന്ന് നിർണായക ദിവസമാണ്. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണ കാര്യത്തിലും തീരുമാനമുണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത. തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരും മുമ്പ് ADGPയെ സർക്കാർ മാറ്റുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സഭാ സമ്മേളനം തന്നെയാണ് പ്രധാനം. കാരണം സഭയിൽ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സർക്കാർ ഉദ്ദേശിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം സഭയിൽ കൂടുതൽ ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുള്ളത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. അല്ലാതെ തന്നെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ അഭിമുഖ വിവാദം മലബാറിൽ വലിയ വിവാദമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം. ഒപ്പം ഇതുകൂടി ചേർത്ത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, നടപടി ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നലെ CPIയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കണ്ടിരുന്നു മുഖ്യമന്ത്രിയെ. ശക്തമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു, അജിത് കുമാറിനെ മാറ്റണമെന്ന കാര്യത്തിൽ. ഒപ്പം മന്ത്രിസഭാ യോഗമുണ്ട്, നാളെ നിയമസഭയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? രജിത, CPI സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റണമെന്ന മുഖ്യമന്ത്രിയോടും CPM-നോടും ആവശ്യപ്പെടുന്നതിൽ കുറവുമില്ല. വളരെ ശക്തിയോടുകൂടി തന്നെയാണ് എപ്പോഴും CPIയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK സെന്ററിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അജിത് കുമാറിനെ മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാട് ശക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. എത്ര ശക്തിയിൽ CPI പറഞ്ഞിട്ടും മുഖ്യമന്ത്രി അത്ര ഗൌരവത്തോടെ എടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ CPIക്ക് സംശയമുള്ളത്. അതാണ് സംഭവിക്കുന്നത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K രാജൻ, CPIയുടെ നേതാവ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, അദ്ദേഹമാണ് നിയമസഭാ കക്ഷിയിലും അവരുടെ നേതാവ്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് അജിത് കുമാറിനെതിരെ പൂരം കലക്കൽ നടപടി എടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധനയിലാണ്, അതിനുശേഷം നടപടി കാര്യം തീരുമാനിക്കാം, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി അതിനൊരു മറുപടി അവിടെ പറയേണ്ടി വരും. CPI നേതൃത്വം, CPI മന്ത്രിമാർ അത് ചോദിക്കും. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വളരെ നിർണായകമാകുന്നത് ഈ വിഷയത്തിൽ. ഇത്രയധികം CPI സമ്മർദ്ദം ചെലുത്തിയിട്ടും തൃശൂർ പൂരം അട്ടിമറി, അലങ്കോലപ്പെടുത്തൽ, അതാണ് തൃശൂരിൽ CPIക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റ് അവരെ പരാജയപ്പെടുത്താൻ കാരണമായതെന്ന് CPI നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. അത് വൈകാരികമായി തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് വരുന്നവരെ ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും
കൈവിടില്ല അജിത് കുമാർ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. CPIക്ക് അത് ചെറിയ വിഷമമൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ചെറിയ തിരിച്ചടിയൊന്നുമല്ല ഉണ്ടാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ എന്തുകൊണ്ട് ഈ നടപടി വൈകുന്നു, എന്തുകൊണ്ട് നടപടി എടുപ്പിക്കാൻ കഴിയാതെ പോകുന്നു CPIക്ക് എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. അങ്ങനെ അവിടെ മുഖരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ഇന്നലെ ബിനോയ് വിശ്വം തിരക്കിട്ട് ഈ AK സംഘത്തെ മുഖ്യമന്ത്രിയുമായും MV ഗോവിന്ദനുമായും കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ നേരിട്ട് കണ്ടു എങ്കിലും പറയാം എന്നതുകൊണ്ട് മാത്രം. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും DGPയുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടാതെ നടപടി എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകില്ല. 30 ദിവസമാകുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. DGP PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് തന്നെ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി ഇത് മാറുന്നു. ഭരണപക്ഷത്തെ ഭിന്നത, ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാത്തത്, എന്തിന് ADGP RSS നേതാക്കളെ കണ്ടുവെന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം പറയാൻ, വിശ്വസനീയമായ ഉത്തരം പറയാൻ സർക്കാർ കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ മൊത്തം സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. ഇന്നത്തെ ദിവസം വളരെ രാഷ്ട്രീയമായും വളരെ നിർണായകമാണ്. കാരണം CPI നേതൃയോഗങ്ങൾ ചേരുന്നു, മന്ത്രിസഭാ യോഗവും ചേരുന്നു. നാളെ നിയമസഭയിലാകും ഈ പോരിന്റെ തുടർച്ച. ഏതായാലും നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കുന്ന പശ്ചാത്തലമാണ്. അവിടെ ഈ പോര് ഏത് തരത്തിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുമെന്നാണ് കാത്തിരുന്ന് കാണുന്നത്. ഒപ്പം CPI ഇന്നലെ കണ്ടത് നമുക്കറിയാം. മുഖ്യമന്ത്രിയെ കണ്ടു. നിർവാഹക സമിതി യോഗം CPIയോട് ചേരുന്നുണ്ട്. നേതാക്കൾ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയോട് മാറ്റി നിർത്തണമെന്ന കാര്യത്തിൽ. നമ്മോട് സംസാരിച്ചപ്പോൾ പ്രകാശ് ബാബുവും ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ബിനോയ് വിശ്വവും ഒക്കെ ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടത്. CPIയുടെ ഈ ആവശ്യം അവഗണിച്ച് സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കടുത്ത നടപടിക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ CPI ആലോചിക്കുന്നുണ്ടോ അരുൺ? തീർച്ചയായിട്ടും CPIയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ നടപടി ഉണ്ടാകും. അല്പം വൈകിയാലും നടപടി ഉണ്ടാകുമെന്നൊരു വിശ്വാസം CPIക്കുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സന്ദേശം CPI നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ CPIക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത്, അതാണ് CPI കുഴക്കുന്നത്. ഓരോ ദിവസവും ശക്തമായി ആവശ്യപ്പെടുന്നു, കൂടുതൽ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും വിടുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ നടപടി മാത്രം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് CPIക്ക് മറ്റു വഴികളൊന്നുമില്ലാത്ത അവസ്ഥ വരും. സ്വാഭാവികമായും CPI ചില കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ടി വരും. നടപടി ഇനിയും വൈകിയാൽ. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് തന്നെ മാറുന്നുള്ള പ്രതിഷേധമൊക്കെ അറിയിച്ചവരാണ് അവർ. ആ രീതി ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തുടരാൻ ആലോചിക്കുന്നുണ്ട്. ഇനിയും നടപടി വൈകിപ്പോയാൽ എങ്ങനെ അവർ പ്രതിരോധിക്കും? അവരുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ ചോദ്യം ചെയ്തത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നിയമസഭയിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും. സർക്കാരിനെതിരെ എടുക്കേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന നാളെ മുമ്പെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ പക്ഷേ സഭയിൽ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടാകില്ല. നാളെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ചരമോപചാരം അർപ്പിക്കുക മാത്രമാണ് നിയമസഭയിൽ നടപടിക്രമം. തിങ്കളാഴ്ചയാണ് മറ്റ് നടപടികളിലേക്ക് സഭ കടക്കുക. അവിടെയാണ് സർക്കാർ മറുപടി പറയേണ്ടി വരിക. ഏതായാലും അതിനു മുമ്പെങ്കിലും നടപടി ഉണ്ടാകുന്ന അവസാനവട്ട പ്രതീക്ഷയാണ് CPIക്ക് ഇപ്പോഴുമുള്ളത്. അതും ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ അവർ കടുത്ത നടപടികളിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ഒപ്പമാണ് ഇന്ന് CPMന്റെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. ഒപ്പം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വരും. അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് CPMനെയും മുഖ്യമന്ത്രിയെയും കൊണ്ട് ചെന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇതടക്കം ചർച്ചയാകും CPM സെക്രട്ടേറിയറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അതോ പതിവ് പടിയായി ഇത്തരം വിവാദങ്ങളെ അവഗണിക്കുന്ന നിലപാടായിരിക്കുമോ? സ്വാഭാവികമായും ഇന്ന് CPM മറുപടി പറയേണ്ടി വരും. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ഇന്നലെയൊക്കെ PR ഏജൻസി എന്താണ് തെറ്റ്, PR ഏജൻസികളെല്ലാം രാജ്യദ്രോഹ സംഘടനകളാണോ എന്ന ചോദ്യമായി പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനൊക്കെ രംഗത്ത് വന്നിരുന്നു. മന്ത്രിമാർ അതിനെ ന്യായീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ സഹായം വേണ്ട നിലപാടുമായി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ സ്വാഭാവികമായും PR ഏജൻസിയെ വച്ച് എന്നൊരു പ്രശ്നം. മറ്റൊന്ന്, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പരാമർശമുണ്ടാക്കുന്ന രാഷ്ട്രീയ പൊല്ലാപ്പുകൾ, രാഷ്ട്രീയ തിരിച്ചടി. PV അൻവർ മുന്നണി വിടുമ്പോൾ തന്നെ വലിയ പിന്നാക്കം പോക്ക് അവിടെ CPMന് ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയം കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി കൂടി അത് മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി വിവാദവും ഇത്രയധികം സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിന് PRD പോലുള്ള വളരെ ഫ്ലറിഷ്ഡായ ഒരു സംവിധാനമുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാരുമായി കരാറിലുള്ള
PR ഏജൻസികളുണ്ട്. അതിൽ നിന്നൊക്കെ പുറമേക്ക് ഒരു സർക്കാർ ഒരു കരാറും ഇല്ലാത്തൊരു ഏജൻസി വരുന്നു. ആ ഏജൻസി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അഭിമുഖം നടത്തിയ പത്രത്തിന് കൈമാറുന്നു. അത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് വലിയ കോട്ടമുണ്ടാക്കുന്നു. ആ സാഹചര്യം സ്വാഭാവികമായും CPM ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത. സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനവും ഉണ്ടാകാൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിലെ വിവാദത്തിൽ CPMന്റെ ഔദ്യോഗിക നിലപാട് അവർ പ്രഖ്യാപിക്കും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പാർട്ടി സംവിധാനങ്ങളെയും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് സ്വന്തം സംവിധാനം മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി നേരത്തെ യോഗങ്ങളിലൊക്കെ പരസ്യമാവുകയും ചെയ്തതാണ്. CPMന്റെ സമ്മേളനങ്ങളിൽ വലിയ വിമർശനമായി വന്നു. രേഖയുടെ ചർച്ചാവേളകളിൽ പലയിടങ്ങളിൽ നിന്നും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിൽ എന്താകും CPM ഇത്തരം PR ഏജൻസികൾ രഹസ്യമായി അല്ലെങ്കിൽ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കം നടത്തിയതിന്റെ സാഹചര്യം എന്തെന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ വിശദീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അത് നിർണായകമാണ്. CPIയുടെയും CPMന്റെയും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം മന്ത്രിസഭാ യോഗവും ഇന്നുണ്ടാകും. ഇന്ന് ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലനിൽക്കുന്നത്. കാരണം ADGPയെ മാറ്റുക എന്നതിനപ്പുറം മറ്റൊരു തീരുമാനവും അംഗീകരിക്കാൻ CPI തയ്യാറായേക്കില്ല. മറ്റൊന്ന് LDFനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ഈ NCPയുടെ മന്ത്രിമാറ്റമാണ്. നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്ര നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് PC ചാക്കോ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകം. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് ശശീന്ദ്രൻ പറയുന്നുണ്ട്. എങ്കിൽ പോലും എന്താണ് മുഖ്യമന്ത്രി തനിക്ക് അനുകൂലമായി നിൽക്കുമെന്ന പ്രതീക്ഷ ശശീന്ദ്രനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പാർട്ടിയൊന്നും ഒരു വിഷയമാവില്ല. കാരണം രണ്ട് വിഭാഗമായി ഇപ്പോൾ തന്നെ NCP മാറിയ സാഹചര്യം ചേർത്ത് വായിക്കണം. അവരുടെ അതുതന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ NCPയിൽ രണ്ട് പക്ഷമാണ്. ശശീന്ദ്രൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ സ്വാഭാവികമായും ജില്ലാ പ്രസിഡന്റുമാർ അടക്കം ഈ മന്ത്രിമാറ്റ തീരുമാനത്തെ എതിർക്കും. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയും വേണം. ഇത്രയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുമോ? അല്ലാതെ തന്നെ ഒരുപാട് തലവേദനകളുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ. തീർച്ചയായും NCPയുടെ വിഷയം നേരത്തെ മുഖ്യമന്ത്രി ഒരു തവണ ഇടപെട്ടതാണ്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് NCPക്ക് ഇടതുമുന്നണി നേതൃത്വം ഒരു മന്ത്രിസ്ഥാനം നൽകി. അത് മുന്നണി മര്യാദയുടെ മുന്നണി നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ആ മന്ത്രിസ്ഥാനം NCP ഉപേക്ഷിച്ചാൽ, അവർ മന്ത്രിയെ പിൻവലിച്ചാൽ പിന്നീട് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് താൻ മാത്രമല്ല. മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാരെ അനുവദിക്കേണ്ടതെങ്കിലും മുന്നണി രീതിയിൽ ഇടതുമുന്നണിക്ക് അതൊരു തീരുമാനമുണ്ട്. സ്വാഭാവികമായും മുന്നണി ചേരണം, മുന്നണി ചർച്ച ചെയ്യണം. അങ്ങനെ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി NCP അറിയിച്ചിട്ടുണ്ട്. അതിന് കാരണം RJD ശക്തമായി തന്നെ മന്ത്രിസ്ഥാനം ആവശ്യമായി രംഗത്തുണ്ട്. ഒരു മന്ത്രി മാറി മറ്റൊരു മന്ത്രി വരേണ്ട സാഹചര്യം, അത് മുന്നണി ചർച്ച ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നാൽ RJDയുടെ ക്ലെയിം വീണ്ടും അവിടെ വരും. അങ്ങനെ അത് ഒരുപക്ഷെ NCPക്ക് ആ മന്ത്രിസ്ഥാനം നൽകേണ്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ AK ശശീന്ദ്രനെ മുന്നോട്ട് നയിക്കുന്നത്. മാത്രമല്ല AK ശശീന്ദ്രൻ ശരത് പവാറിനെ കണ്ടപ്പോഴും സംസ്ഥാന പ്രസിഡന്റിനോടുമൊക്കെ പറയുന്നത്, എന്നെ മാറ്റിയാൽ, ഞാൻ രാജിവെച്ചാൽ പകരം മന്ത്രി കിട്ടുമെന്ന ഉറപ്പുണ്ടോ? ആ ഉറപ്പ് വാങ്ങിയെടുക്കാൻ കഴിയുമോ സംസ്ഥാന നേതൃത്വത്തിന്? അങ്ങനെ മന്ത്രിയെ കിട്ടിയാൽ തന്നെ ഫോറസ്റ്റ് പോലുള്ള, വനം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? ആ സാഹചര്യത്തിൽ ഉള്ള മന്ത്രിസ്ഥാനം കളയാതിരിക്കുന്നതല്ലേ യുക്തി എന്ന ചോദ്യമാണ് AK ശശീന്ദ്രൻ ഉന്നയിക്കുന്നത്. നേരത്തെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന നിലപാട് അദ്ദേഹം ശക്തമായി പറഞ്ഞയാളാണ്. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ഒരു ഘട്ടത്തിൽ ഭീഷണി മുഴക്കിയ ആളാണ്. അങ്ങനെയല്ല, മന്ത്രിസ്ഥാനം മാറണമെങ്കിൽ മാറാം, പക്ഷേ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന് PC ചാക്കോ ലക്ഷ്യമിട്ടുള്ള ആവശ്യം ഉന്നയിച്ച ആളാണ് ശശീന്ദ്രൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ കുറച്ച് മയം വന്നിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ മാറും എന്ന നിലപാട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടിൽ വലിയ പ്രതീക്ഷ ശശീന്ദ്രൻ ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ തന്നെ തള്ളിക്കളയില്ല. പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന, മുഖ്യമന്ത്രിയുമായി ആ രീതിയിൽ വളരെ ബന്ധമുള്ള, മുഖ്യമന്ത്രി അത്രയധികം ലോയലായിട്ടുള്ള നേതാവാണ് ശശീന്ദ്രൻ. ആ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ല എന്നൊരു വിശ്വാസം തന്നെയാണ് ശശീന്ദ്രൻ ഇപ്പോഴും ഉള്ളത്. ഏതായാലും നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനായി എടുത്തുപിടിച്ച തീരുമാനം മുഖ്യമന്ത്രി ഭാഗത്ത് ഉണ്ടാകാനിടയില്ല. സഭാ സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞ ഒരുപക്ഷെ മുഖ്യമന്ത്രി തീരുമാനം നീട്ടിവെക്കാനിടയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണ് എന്ന കടുത്ത നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ അത് ശശീന്ദ്രന് ഗുണം ചെയ്യുകയും അതുപോലെ തന്നെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ NCP അർഹതപ്പെട്ട മന്ത്രിസ്ഥാനമാണ്, അവർക്ക് മുന്നിൽ നൽകിയ മന്ത്രിസ്ഥാനമാണ്. അവിടെ ആരെ മന്ത്രിയാക്കണം തീരുമാനിക്കേണ്ട അവകാശം അവർക്ക് തന്നെയാണ്. അങ്ങനെ മുന്നണി മര്യാദ അതേപടി പാലിച്ചാൽ NCPയുടെ PC ചാക്കോയുടെ ശരത് പവാറിന്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയും
ഇടതുമുന്നണിയും തയ്യാറാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടേക്ക് AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരികയാണ്. നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായ പ്രതികരണം നടത്തുന്ന ആളാണ് AK ബാലൻ. നേരത്തെ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ AK ബാലൻ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും പിന്തുണ രംഗത്ത് വന്നിരുന്നു. ഈ PR ഏജൻസി വിവാദത്തിൽ CPM നേതൃത്വവും മുഖ്യമന്ത്രി പക്ഷേ ഇതുവരെയും ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല. AK ബാലന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. AK ബാലൻ അല്പസമയത്തിനകം ഇവിടേക്ക് വരും. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ പോകുമ്പോൾ PR ഏജൻസി വിവാദത്തിൽ എന്ത് നിലപാടാകും CPM സ്വീകരിക്കാൻ പോവുക? മുഖ്യമന്ത്രി നിലപാട് അതേപടി അംഗീകരിക്കാൻ തയ്യാറാകും. മുഖ്യമന്ത്രി PR ഏജൻസി വിവാദത്തിലൊരു നിലപാട് തുറന്നു പറയുന്നത് തയ്യാറായിട്ടില്ലെന്നതുകൂടി പ്രസക്തമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതൃയോഗമാണ് CPM-ന്റെ ആരംഭിക്കാൻ പോകുന്നത്. നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട്. അതിൽ ഒരു വിഷയമുള്ളത് ഈ അഭിമുഖ വിവാദത്തിൽ PR ഏജൻസി എന്താ തള്ളി പറയാത്തത്? പിന്നെ പറയാമെന്ന മറുപടിയാണ് AK ബാലനിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുന്നു, അല്പസമയത്തിനകം ആരംഭിക്കും. ആ യോഗത്തിൽ ഈ വിഷയവും ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, അതാണ് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ ഇതും പ്രധാനമാണ്. അഭിമുഖ വിവാദമടക്കം ചർച്ചയ്ക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. BV അരുണാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മറുപടി നൽകും. സീൽ വെച്ച കവറിലാണ് സർക്കാരിന്റെയും SIT-യുടെയും സത്യവാങ്മൂലം. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. റിപ്പോർട്ടിന്മേൽ ആരോപണ വിധേയരായവർക്കെതിരെ പ്രത്യേക പോലീസ് സംഘം കേസെടുത്ത് അന്വേഷിക്കണമെന്നും CBI അന്വേഷിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇറാനെതിരെ തിരിച്ചടി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ഇസ്രായേൽ കൗൺസിൽ ജനറൽ ന്യൂസ് 18നോട്. പ്രകോപനത്തിന് തുടക്കമിട്ടത് ഇറാനാണ്. സാധാരണക്കാരെ കവചമാക്കിയുള്ള നീചമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഒരു വർഷമായി തുടർന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഹസൻ നസറുള്ളയുടെ വധം. ഇറാനെതിരായ പോരാട്ടത്തിൽ US-ന് പുറമെ മറ്റ് പശ്ചാത്തല രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തും. ഇന്ത്യയുടെ പിന്തുണ പൂർണ്ണമായും ഇസ്രായേലിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഓർലി വൈറ്റ്സ്മാൻ പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. Your response has national significance right now. You held various key positions in the Israeli Ministry of Foreign Affairs. In the midst of this escalating war-like situation in Middle East, I have compelled to begin from there itself. Even though the IDF has anticipated such an attack from Iran, but an immediate retaliation has never been expected by anyone. Am I correct, madam? So Israel was basically, since the 7th of October, I think that was the beginning of all this war right now, which was a horrible, horrible massacre done by Hamas, entering villages, entering homes, murdering babies, raping women. And this began almost a year ago now. And following this, 8th of October, there was also Hezbollah started firing rockets on its own accord, unprovoked, at the northern borders of Israel. Now we have to remember that during these attacks are done by very vicious terrorist groups, but they're all puppeteered by Iran. Iran is one of the key players in this region in terms of what anything to do with terror. Iran has publicly said that it wants to destroy Israel. That's its mission, and it's doing everything it can, both directly, as we saw last night, and indirectly via its proxies in the area. And then that's what we're dealing with, basically. So we I think to say unanticipated might not be correct, because we have been experiencing Iran's terrorism since the 70s or 80s, and they're doing it basically by proxies that they have built up around the area, or directly even. So I think Israel expects, and Israel can deal and handle any kind of attack that is thrown its way, because Israel will do anything necessary to make sure that Israeli citizens are safe. The whole world is concerned about the response of Israel, how Israel will react to yesterday's Iran's retaliation towards Tel Aviv. Is there any immediate chance for that? I think that now Israel is again, it's not something that we can discuss here on television or anything, but Israel is of course going to do what needs to do.
in order to make sure that that citizens safe, not in the immediately and also in the long run. So we have to remember that we're not talking about a single event. It's not just last night. Last night was a horrible attack that basically demonstrated how Iran indiscriminately wants to hurt Israelis, civilians, non-civilians. They don't discriminate between them, and they do anything they can just to cause destruction. But this was last night was just one event out of many that have been happening for years and years. Israel has to make sure, first of all, that events like last night never repeat themselves, but also to make sure that the safety of the region and the safety of Israel is secure also in the long run. And that's what Israel is now that will be the considerations for Israel when thinking of how to react to last night's attack. One more thing added to that. The UN Secretary General Antonio Guterres and all other world organizations are urging for a ceasefire. Is there any chance for that thing right now? So really it depends. I would ask that. I would ask Iran about that, because Israel has never had an issue with any of the countries around. Israel's aim since 1948 is to live peacefully in its land. But unfortunately, we've been attacked time and time again by different terrorist organizations in Iran all throughout this time. And so I think if Iran, and other terrorist organizations were willing to put down their weapons, to accept Israel's right to exist, and on a more immediate level, if I want to talk about a more immediate solution for Hezbollah to implement the 1701 UN resolution, then there can be negotiations to stop. But as long as Israel is still threatened, there can't be any solution. Whether the borders of Israel are safe enough to face this threat from Iran? The borders of Israel are safe because Israel. ഇസ്രായേലി കൗൺസിൽ ജനറൽ ഓർലി വൈറ്റ്സ്മൻ ആണ് ഡാൻ കുര്യനോട് സംസാരിച്ചത്. ഇതിൻ്റെ പൂർണ്ണ സംപ്രേഷണം ഇന്ന് രാത്രി 9:30 മണിക്ക് ന്യൂസ് 18 ചാനലിലൂടെ ഉണ്ടാകും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾ ആ മേഖലയിൽ പശ്ചിമേഷ്യൻ നിലനിൽക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇറാനാണ് എന്നാണ് ഇപ്പോൾ ഓർലി വൈറ്റ്സ്മൻ പറഞ്ഞു വെക്കുന്നത്. ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും, അതിനുള്ള ആലോചനയിലാണ് ഇസ്രായേൽ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ ഇറാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഡാൻ കുര്യനൊപ്പമാണ് ഓർലി വൈറ്റ്സ്മാൻ ചേർന്നത്. ലെബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം 6 പേരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിക്ക് മുകളിലും ബോംബ് വീണു. കൊല്ലപ്പെട്ടവരിൽ അമേരിക്കൻ പൗരനുമുണ്ട്. ഇതിനിടെ UN സെക്രട്ടറി ജനറലിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തി. അസ്വീകാര്യനായ നയതന്ത്രജ്ഞനായ ഗുട്ടറസ് രാജ്യത്ത് പ്രവേശിക്കരുത് എന്നാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. What happened last night in Israel was not a defensive action of Iran. It was a calculated attack on a civilian population. Israel will not stand by in the face of such aggression. Israel will respond. Our response will be decisive. And yes, it will be painful. But unlike Iran, we will act in full accordance with international law. Following their heinous assault on 10 million Israeli civilians, the Islamic regime in Iran had the audacity, the chutzpah, to send a letter to the Security Council. In that letter, they patted themselves on the back, claiming they acted in accordance with international humanitarian law by targeting military sites, while suggesting that any response from Israel would be illegal. We are very disappointed from the Secretary General's approach. Let's look at the last year. After October 7th, the Secretary General put a very poor statement where he said that there is no vacuum. And some understood that he's justifying the atrocities of October 7th. After that, the UN never passed a resolution under his leadership condemning Hamas and the atrocities, not in the General Assembly, nor in the Security Council. And yesterday, when we are being attacked by a member state of the UN, 180 ballistic missiles, 10 million people running to shelters, the statement he put out basically calling for de-escalation, not mentioning Iran, not mentioning who is the aggressor, who is self-defending its people. That moral equation is detached from reality.
കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കിരണ്, ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികൾ തയ്യാറാവുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം? ഈ UN ഒക്കെ ഇടപെട്ടിട്ടും ഒരു തരത്തിലും ഇസ്രായേൽ പിന്മാറുന്നില്ല എന്നല്ലേ? അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും ഇസ്രായേൽ ഒരു കടുത്ത ആക്രമണത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. അത് സംബന്ധിച്ച സൂചനകളാണ് ലഭിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അടക്കം രാജ്യത്തെ കടക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുകയാണ്. UN അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും ആ തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് വരരുത്, ഞങ്ങൾ ഈ യുദ്ധവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. അമേരിക്കയിൽ ജോ ബൈഡൻ അടക്കം ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ യുദ്ധം നീണ്ടുപോകുന്നതിനെ സ്വാഭാവികമായും നിലവിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും യുദ്ധം നീണ്ടുപോകുന്നതിനെ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ അനുകൂലിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ ശക്തമായ തിരിച്ചടിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ഇന്നലെ ലെബനിലെ ഹിസ്ബുള്ളയുമായി നേരിട്ട ഇസ്രായേൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ലെബനിലെ ബോംബ് വർഷത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലെബനൻ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് 12 ലക്ഷത്തോളം ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. 12 ലക്ഷത്തോളം പേരുടെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അത്രത്തോളം വലിയ നാശനഷ്ടം അവിടെ ഉണ്ടായിരിക്കുന്നു. ലെബനിലെ ഹിസ്ബുള്ളയെ നേരിടാനായി കരമാർഗം ലെബനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികരെ 7 സൈനികരെയും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ കൂടിയാണ് ഇന്നലെ അവിടേക്ക് ബോംബ് വർഷം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിലാകെ ഇറാനു നേരെയും ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് സമയവും അത്തരം ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് നടത്തിയ ബോംബാക്രമണത്തിൽ ഏകദേശം 181 മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകളടക്കം 181 മിസൈലുകളാണ് വർഷിച്ചത്. അതിൽ 90% മിസൈലുകളും ലക്ഷ്യസ്ഥാനം കണ്ടുവെന്ന് ഇറാനും, എന്നാൽ 90% മിസൈലുകളും പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും അതിൽ ആൾനാശമുണ്ടതായി ഇതുവരെ റിപ്പോർട്ടുകളില്ല. ഇതിലൊരു തിരിച്ചടി നൽകുമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു. ഇറാന് ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാവുമെന്ന്. ആ തിരിച്ചടി ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ജൂതന്മാരുടെ പുതുവത്സര ആഘോഷം കൂടിയായിരുന്നു. അത് പ്രമാണിച്ചാവണം തൽക്കാലത്തേക്ക് പ്രത്യാക്രമണം നീട്ടിവെച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനുശേഷം എന്തായാലും ഇന്ന് അത്തരത്തിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളാകെ അശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, യുദ്ധത്തിൻ്റെ സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അതിനിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ലെബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമുണ്ടായി, 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം. സൈനിക നേതാക്കളെ കണ്ട് നെതന്യാഹുവാണ് ഇതിൻ്റെ ഇറാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. മറ്റു വാർത്തയിലേക്ക് പോകണം. പ്രധാനമായും മലയാളികളുടെ തീരാനോവാണ് ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ. ലോറി ഉടമ മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്ത് വരികയും മനാഫ് അതിന് മറുപടി പറയുകയും ചെയ്തതോടെ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിലടക്കം ചേരിതിരിഞ്ഞ് വിഷയത്തിൽ വാക്പോര് തുടരുകയാണ്. അതിനിടെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. മനാഫ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അതിനു മുൻപ് അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്ന പ്രതികരണം. ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പൊ അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട്, എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമയല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 വിഭാഗമായി തിരിഞ്ഞുള്ള ആക്രമണമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തികച്ചും ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നം പോലെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇരു വിഭാഗവും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും കൂടുതൽ വിശദീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇനി വരുന്നതിനും സാധ്യതകളുണ്ട്.
കാരണം രണ്ടു പക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ കേരളം മുഴുവൻ ഒന്നിച്ച് അണിനിരുന്ന ഒരു രക്ഷാപ്രവർത്തനം, ഒരു തെരച്ചിൽ, അതിനൊടുവിൽ അർജുന്റെ ഭൗതിക ശരീരം എത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കുടുംബത്തിന് ഒരു വികാരം, ഈ മനാഫ് കൂടുതലായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു, അനധികൃതമായി പിരിവ് നടത്തുന്നു, യൂട്യൂബ് ചാനലിൽ വഴി അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയും മറ്റു യൂട്യൂബ് ചാനലുകളിലും വഴിയും നടത്തുന്ന പുതിയ കാര്യങ്ങൾ, പരാമർശങ്ങൾ എന്നിവയൊക്കെ കുടുംബത്തിന് വലിയ മാനസിക വ്യഥയിലേക്ക് തള്ളിവിടുന്നു എന്നതാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു വിമർശനം. കാരണം പലയിടങ്ങളിൽ നിന്നും അവർക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കുന്നു, വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു. അവർക്ക് കുടുംബത്തിലെ എല്ലാവർക്കും ഒരു നാണക്കേടിലേക്ക് നീങ്ങുന്ന, അല്ലെങ്കിൽ അർജുന്റെ ഈ നിലവിലെ അവസ്ഥ, അല്ലെങ്കിൽ അർജുന്റെ കാര്യം മുതലെടുത്ത് അവർ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടോ എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നു. അത് അങ്ങേയറ്റം കുടുംബത്തിന് വലിയ മാനസിക വ്യഥ നൽകുന്നു എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കുടുംബം പറഞ്ഞത്. ഒപ്പം തെരച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെയും ചില പ്രശ്നങ്ങളുണ്ടായി, ഡ്രഡ്ജിംഗ് സമയത്ത് ചില തർക്കങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇത് ആദ്യഘട്ടം മുതൽ ഈ ഭൗതിക ശരീരം അല്ലെങ്കിൽ മൃതദേഹം കണ്ടുകിട്ടുന്നത് വരെയുള്ള ഒരു വലിയ സങ്കീർണമായ സമയമായിരുന്നു. ആ സമയത്ത് പലപ്പോഴും ഈ സ്ട്രാറ്റജികൾ, തെരച്ചിൽ രീതികൾ ഒക്കെ പലപ്പോഴും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ന്യായമായും പരസ്പരം അഭിപ്രായ ഭിന്നതകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി KV ബൈജു അടക്കം പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കൂട്ടിക്കഴിക്കലുകളും തർക്കങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിയ ശേഷമാണ് ഈ അർജുന്റെ മൃതദേഹം കണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഇരുപക്ഷത്തും ഉണ്ടാകുന്ന ഈ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. പൊതുസമൂഹത്തിനിടയ്ക്കും വലിയ ചർച്ചകൾ വരികയാണ്. ഒരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് കാര്യത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കരണീയമായ മാർഗവും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിവാദത്തിൽ പക്ഷം പിടിക്കാതെ എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞു വേണം ഓരോരുത്തരും പ്രതികരിക്കാൻ എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്കറിയാം അർജുൻ എത്രത്തോളം വലിയ നോവായിരുന്നു. നമുക്ക് അർജുനെ തിരിച്ച് കൊണ്ടുവരാനായി എത്രത്തോളം പരിശ്രമിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, എത്ര മനസ്സുരുകി പ്രാർത്ഥിച്ചവരാണ്. അതിനുശേഷമാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണ്ണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറിയുടെ യോഗം ഇന്ന്. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി സാങ്കേതികമായി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻ വള്ള സമിതിക്കാരെയും കേൾക്കുന്ന സമിതി വിധികർത്താക്കളെയും വിളിച്ചു വരുത്തും. ഫൈനലിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമിതി പരിശോധിക്കും. നമ്മൾ 70ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത പരാതികളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫോട്ടോ ഫിനിഷിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ നമ്മൾ നിലവിൽ നമുക്കുള്ള സംവിധാനം അപ്പീൽ ജൂറി കമ്മിറ്റിയുണ്ട്. നമ്മുടെ നിയമാവലി അനുസരിച്ച് 3 മണിക്ക് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്മിറ്റിയിൽ നമ്മൾ ആ ജൂറിയിൽ ഉള്ള ആൾക്കാർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ 2 ഭാഗം, നമ്മുടെ നടുഭാഗം ചുണ്ടൻ ഉൾപ്പെടെ നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള 2 ബോട്ട് ക്ലബ്ബുകളുടെയും പ്രതിനിധികളെ വിളിച്ച് സംസാരിക്കുകയും അവരുടെ ആക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്കുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ 2 ആക്ഷേപം വന്നേക്കും. ഒന്ന് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപം, നടുഭാഗത്ത് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ്ങിനെ പറ്റി ആക്ഷേപമാണ്. അതോടൊപ്പം തന്നെ ഫിനിഷിങ്ങിനെ പറ്റി ആണ് നമ്മുടെ മറ്റ് വിഷയമുള്ളത്. അപ്പോൾ ഇത് രണ്ടും സ്റ്റാർട്ടേഴ്സിനെ ഉൾപ്പെടെ ജഡ്ജസിനെ ഉൾപ്പെടെ ടീമിനെ കേട്ടതിന് ശേഷം നമ്മുടെ വിഷ്വൽസൂടെ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ആ മത്സരം, അതിൻ്റെ ആവേശമൊക്കെ നമ്മൾ ആസ്വദിച്ചതാണ്, കണ്ടതാണ്. വിവാദം അതിന് ശേഷം ഉണ്ടായതാണ്. പരസ്പരം പരാതികളുണ്ട്. അത് പരിഹരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിനുള്ള സാങ്കേതികമായ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, വളരെ ആവേശകരമായ, ഒരുപക്ഷെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടേത്. പക്ഷേ ആ ഒരു മത്സരത്തിന്റെ വിജയപ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് അത് വലിയ കോലാഹലങ്ങളിലേക്ക് പോയി. കാരണം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടനായിരുന്നു 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. തൊട്ടുപിറകെ നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടാൽ ആരാണ് 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് വിയപുരവും നടത്തി. എന്നാൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ അത് വിജയത്തെ സംബന്ധിച്ചും അതിന്റെ സമയക്രമത്തെ സംബന്ധിച്ചുമാണ് തർക്കമുയർത്തിയത്. ഒപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിനെ സംബന്ധിച്ച്, അതായത് സ്റ്റാർട്ടിങ്ങിൽ പിഴവ് സംഭവിച്ചു എന്ന നടുഭാഗം ചുണ്ടൻ, കുമരകം ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ നടുഭാഗം ചുണ്ടനും ഈ ഇത്തരത്തിൽ ആക്ഷേപം ഉയർന്നതോടുകൂടി ഒപ്പത്തിനൊപ്പം വന്ന 3 വള്ളങ്ങളിൽ ആര് വിജയിച്ചു എന്നതിനെ സംബന്ധിച്ച തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇൻഫ്രാറെഡ് രശ്മികൾ പതിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ടൈമിംഗ് കുറിക്കാനായി കഴിയുന്നത്. അത്തരത്തിലൊരു കൃത്യമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വിധി നിർണ്ണയം തന്നെയാണ് ജേതാക്കളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. പക്ഷേ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 2 വള്ളങ്ങളുടെയും കാരിച്ചാലിന്റെയും വിയപുരത്തിന്റെയും ഒരേപോലെ തന്നെ സമയം
ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. എന്നാൽ പിന്നീട് 10 മിനിറ്റിനുള്ളിൽ തന്നെ കാരിച്ചാലിന് 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വലിയ തർക്കത്തിലേക്ക് പോവുകയും, എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമയക്രമത്തിൽ രണ്ടാമത് മാറ്റം വന്നതെന്ന് കൃത്യമായി വിശദീകരിക്കാനോ അല്ലെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ കമ്മിറ്റിക്ക് ഈ വിയപുരം ചുണ്ടന്റെ ആളുകളെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് 100 പേർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലുള്ള തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും ഇന്ന് ആ 2 പരാതികൾ നടുഭാഗത്തിന്റെയും വിയപുരത്തിന്റെയും പരാതിയിന്മേലാണ് അപ്പലേറ്റ് ജൂറി ഇന്ന് വിശദമായി അവരുടെ ഭാഗം കേൾക്കുക. ജഡ്ജസുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാകും. സാങ്കേതികമായി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും നടുഭാഗവും ഒപ്പം തന്നെ വിയപുരവും പറയുന്നത് അപ്പലേറ്റ് ജൂറിയിൽ നിന്നും കൃത്യമായി തങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു മറുപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ്. വൈകിട്ട് 4 മണിയോട് അടുപ്പിച്ചാണ് യോഗം ചേരുക. രഞ്ജിത്ത്. ശരി, ശരണ്യ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. ഡൽഹിയിൽ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ വെടിവെച്ചു കൊന്നു. പരിക്കേറ്റ് ചികിത്സ തേടിയവരാണ് ആക്രമണം നടത്തിയത്. കാളന്തി കുഞ്ചിലെ നിമ ആശുപത്രിയിലാണ് നടുക്കുന്ന സംഭവം ഉണ്ടായത്. ആർ രാകേഷ് ചേരുകയാണ്. ആർ രാകേഷ്, എന്താണ് സംഭവിച്ചത്? ഈ ആക്രമിച്ചവരെ, ഈ വെടിവെച്ചു കൊന്നവരെ തിരിച്ചറിഞ്ഞോ? രാകേഷ്. രഞ്ജിത്ത്, ദാരുണമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവമാണ് ഡൽഹിയിലെ കാളിന്തി കുഞ്ചിൽ ഉണ്ടായിരിക്കുന്നത്. നിമ ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഇന്നലെ രാത്രി 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അതായത് കാൽമുട്ടിന് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 2 പേർ ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് ഇവർക്ക് ഈ മരുന്ന് വെച്ച് നൽകി ഡോക്ടർ. അതിനുശേഷം ഇവർ ഡോക്ടർ ക്യാബിനിലേക്ക് പോയി. പക്ഷേ ഇവർ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ 2 പേരും ക്യാബിനകത്ത് പ്രവേശിക്കുകയും ഒപ്പം തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മറ്റ് നഴ്സിംഗ് സ്റ്റാഫുകൾ ഈ ശബ്ദം കേട്ട് അവിടേക്ക് എത്തുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഡോക്ടറെയാണ് കണ്ടത്. പക്ഷേ ഈ അക്രമികൾ ഇതിനകം തന്നെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും 20 വയസ്സിന് താഴെയുള്ള 2 പേരാണ് എന്നാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ നഴ്സിംഗ് മറ്റംഗങ്ങൾ, ആശുപത്രിയിലെ മറ്റ് അധികൃതർ, നഴ്സിംഗ് സ്റ്റാഫുകളും മറ്റും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു 17-18 വയസ്സ് മാത്രമേ ഈ അക്രമികൾക്ക് ഉണ്ടാകൂ എന്നാണ് ഇവർ പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഇവർ ആശുപത്രിയിൽ എത്തിയിരുന്നു, സമാനമായ രീതിയിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്ന് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജാവേദ് അക്തർ എന്നാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടറുടെ പേര്. ഈ 2 പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിന് ഈ സംഭവം ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതാണ് കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായും സമരം പിൻവലിച്ചുകൊണ്ട് അവർ ജോലിയിൽ പ്രവേശിച്ചത്. അതുവരെ പണിമുടക്ക് തുടരുകയായിരുന്നു, മാസങ്ങളോളം പണിമുടക്ക് തുടരുകയായിരുന്നു. അവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലിടത്തെ സുരക്ഷ, ആശുപത്രികളുടെ സുരക്ഷയായിരുന്നു. അപ്പോൾ ഈ സംഭവം വരുമ്പോൾ അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. സുരക്ഷ, ഡോക്ടർമാരുടെ സുരക്ഷ എവിടെയെന്ന ചോദ്യം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിനാണ് സാധ്യതയുള്ളത്. ഏതായാലും ഈ 2 പേരെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. രഞ്ജിത്ത്. ശരി, ആർ രാകേഷ് തുടരുന്നുണ്ട്. ദേശീയ വാർത്തകൾ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മറ്റൊന്ന്. അതിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. 90 മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വലിയ വാശിയേറിയ പോരാട്ടമായിരുന്നു. വിമതശല്യം അതിരൂക്ഷമാണ് BJPയിലും കോൺഗ്രസിലും. എന്താണ് അവസാന ഘട്ടത്തിൽ പ്രതീക്ഷ? പരസ്യപ്രചാരണം ഏതായാലും ഇന്ന് അവസാനിക്കുകയാണ്. രഞ്ജിത്ത്, വാശിയേറിയ പ്രചാരണ ഘട്ടമാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് 10 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. കോൺഗ്രസ് ആകട്ടെ 15 വർഷത്തിന് ശേഷം അവർക്ക് 2014 ഭരണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം അത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പ്രകടനം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം 2019 10 സീറ്റുകളും BJPയാണ് വിജയിച്ചതെങ്കിൽ 2024 5 സീറ്റുകളിൽ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഇതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും
പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. കാരണം കോൺഗ്രസ് ഇത്തവണ ഏതായാലും വലിയ വിഷയങ്ങൾ, സർക്കാരിനെതിരായ ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം തുടങ്ങിയവ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാകും, അല്ലെങ്കിൽ ഈ പ്രചാരണ ഘട്ടത്തിൽ പ്രതിസന്ധിയായ പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ തമ്മിലുള്ള വടംവലിയാണ്, സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്. പ്രത്യേകിച്ച് പാർട്ടിയെ നയിക്കുന്നത് അവിടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപീന്ദർ ഹൂഡയാണ്. പക്ഷേ കുമാരി ഷെൽജ പാർട്ടിയുടെ തന്നെ ദളിത് മുഖമാണ്, സംസ്ഥാനത്തെ ദളിത് മുഖമാണ്, ദേശീയ മുഖം കൂടിയാണ്. അവർ പക്ഷേ പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതായത് തന്നെ അനുകൂലിക്കുന്നവർക്ക് സീറ്റ് നൽകിയില്ല. പ്രത്യേകിച്ച് തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കാര്യത്തിൽ ഒരു അനുമതി ഉണ്ടായില്ല, തൻ്റെ വാക്ക് കേട്ടില്ല എന്ന് ഷെൽജ ആരോപിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന ഘട്ടത്തിൽ മാത്രമാണ് കുമാരി ഷെൽജ പ്രചാരണ രംഗത്ത് സജീവമായത്. അപ്പോൾ നേതാക്കൾ തമ്മിലുള്ള തർക്കം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ടെങ്കിൽ പോലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജാതി സമവാക്യങ്ങൾ ഹരിയാനയിലെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജാട്ട് മുഖ്യമന്ത്രിമാരാണ് പരമ്പരാഗതമായി സംസ്ഥാനം ഭരിച്ചിരുന്നെങ്കിൽ ജാട്ട് ഇതര മുഖ്യമന്ത്രിയെ ആദ്യമായി കൊണ്ടുവരുന്നത് BJP-യാണ്. 2014 മനോഹർലാൽ ഖട്ടർ അങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്തവണയും ജാട്ട് ഇതര വോട്ടുകളൊപ്പം തന്നെ പിന്നോക്ക വോട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രചാരണമാണ് BJP നടത്തിയിട്ടുള്ളത്. ഒപ്പം ജനനായക് ജനതാ പാർട്ടി, INLD തുടങ്ങിയവർ എങ്ങനെ വോട്ടുകൾ സമാഹരിക്കും എന്നുള്ളതും ഹരിയാനയിലെ വിധിയിൽ നിർണായകമാകും. ആം ആദ്മി പാർട്ടിയും ഏതായാലും ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നെങ്കിൽ പോലും ആ സഖ്യമുണ്ടായില്ല. ആം ആദ്മി പാർട്ടിയും എല്ലാ സീറ്റുകളിലും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവസാന ദിവസമായി ഇന്ന് ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഏതായാലും ഹരിയാനയിൽ നിന്ന് പ്രചാരണത്തിൽ എത്തുന്നുണ്ട്. BJP-ക്കായി മറ്റ് ദേശീയ നേതാക്കളും ഏതായാലും ഇന്ന് സംസ്ഥാനത്തുണ്ട്. രഞ്ജിത്ത്. ഒപ്പമാണ് പ്രശാന്ത് കിഷോറിൻ്റെ നീക്കങ്ങൾ. പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്, അത് മദ്യനിരോധനം ഉൾപ്പെടെ റദ്ദാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്താണ് പ്രശാന്തിൻ്റെ നീക്കം? പ്രശാന്ത് കിഷോർ ഏതായാലും രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ജൻ സുരാജ് പാർട്ടിക്ക് ഇന്നലെയാണ് അദ്ദേഹം രൂപം നൽകിയത്. ബീഹാറിലെ പാട്നയിലെ ഗാന്ധി മൈതാനത്ത് വെച്ചായിരുന്നു പ്രഖ്യാപനം. ഏതായാലും പ്രശാന്ത് കിഷോർ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച, അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞ വ്യക്തി കൂടിയാണ് പ്രശാന്ത് കിഷോർ. പ്രത്യേകിച്ച് ചായ് പേ ചർച്ച എന്ന ആശയം കൊണ്ടുവന്ന് പ്രശാന്ത് കിഷോറാണ്. മണിശങ്കർ അയ്യരുടെ ഒരു പരാമർശം ആയുധമാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം ചായ് പേ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രചാരണമായിരുന്നു അന്ന് നടത്തിയത്. അതിനുശേഷം BJP-യുമായി തെറ്റിയ അദ്ദേഹം 2015 മഹാസഖ്യം JDU-RJD സഖ്യം അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അങ്ങനെ പ്രശാന്ത് കിഷോർ പിന്നീട് JDU-വിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സ്വന്തം നിലയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയാണ്. അടുത്ത ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും സ്വാഭാവികമായും ലക്ഷ്യം. കാരണം ബീഹാറിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് 2025. അപ്പോൾ അതിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക എന്ന് തന്നെയായിരിക്കും പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും 5 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി പ്രശാന്ത് കിഷോർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടികളാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, മുതിർന്നവർക്ക് പെൻഷൻ, ഒപ്പം തന്നെ വനിതകൾക്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളും പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്നു. അവസാനമായി രഞ്ജിത്ത് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം മദ്യനിരോധനം പിൻവലിക്കും എന്നൊരു വാഗ്ദാനം പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. കാരണം നിലവിൽ 2016 നിതീഷ് കുമാറാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം കൊണ്ടുവരുന്നത്. അത് നിതീഷ് കുമാറിന് തുടർച്ചയായ അധികാരത്തിൽ വരുന്നതിൽ വലിയ ഫാക്ടർ ആവുകയും ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളുടെ അടക്കം വോട്ടുകൾ സമാഹരിക്കുന്ന മദ്യനിരോധനം ബീഹാറിൽ JDU-വിന് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വ്യാജ മദ്യ ദുരന്തം ബീഹാറിൽ തുടർക്കഥയാവുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനാകട്ടെ ശിക്ഷാ നിരക്ക് വലിയ കുറവുമാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള നീക്കം കൂടി പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് പ്രശാന്ത് കിഷോർ വലിയ വിജയമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ എന്തായിരിക്കും എന്നത് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ നീക്കം. ശരി. മറ്റു വാർത്ത, CPI നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ അതിൻ്റെ അനുമതി തേടി മകൾ ആശ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നുള്ളതാണ്. മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാനും പഠനാവശ്യത്തിനായി ഏറ്റെടുക്കാനുമുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ തീരുമാനം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇത് നേരത്തെ പരിഗണനയ്ക്ക് വന്നപ്പോൾ മെഡിക്കൽ കൗൺസിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമേറുകയാണ്. മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് ആശയുടെ ആവശ്യം? അതിനോട് കോടതിയുടെ പ്രതികരണം?
രഞ്ജിത്ത്, ഇതിൽ പ്രധാനമായിട്ട് ഇവർ മകൾ ആശ ലോറൻസ് ആവശ്യപ്പെടുന്നത് മതാചാര പ്രകാരം അത് സംസ്കരിക്കണം, അതിനുവേണ്ടിയുള്ളൊരു അംഗീകാരം നൽകണം, തങ്ങളുടെ ആവശ്യം അതാണ്. ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുക, എംബാം ചെയ്തിപ്പോൾ സൂക്ഷിച്ച് പഠിക്കാനായിട്ട് പിന്നീട് വിട്ടു നൽകാതെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തന്റെ ആഗ്രഹം കൂടി, തന്റെ ഭാഗം കൂടി ഇത് സംബന്ധിയായ കാര്യങ്ങൾ കേൾക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് 2 മക്കൾ അതിന് വിഭിന്നമായ രീതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കോടതിയുടെ മുന്നിലേക്ക് തർക്കവുമായിട്ട് വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും തന്നെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഇതിൽ ആശയുടെ ഒരു ആവശ്യം സൂപ്രണ്ടിനും അതോടൊപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിനും എതിരെ കേസെടുക്കണം ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചെന്നാണ്. എന്നാൽ കഴിഞ്ഞ തവണ മെഡിക്കൽ കോളേജിന്റെ ആ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന വിവിധ വിഭാഗങ്ങളുടെ ഏകോപന ചുമതലയുള്ള കൗൺസിൽ ചേർന്നിരുന്നു. അവർ എടുത്തൊരു തീരുമാനമാണ് ഇതിൽ ഇങ്ങനെ 2 പേരുടെ സമ്മതപത്രത്തോടുകൂടി ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകാം, അതിന് തീരുമാനമെടുക്കാൻ കഴിയുമെന്നതാണ്. എന്നാൽ അതിനു മുകളിൽ ഈ മെഡിക്കൽ കോളേജ് തീരുമാനിക്കുന്നതിന് മുകളിൽ ആരോഗ്യ വകുപ്പിന് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ, ആരെങ്കിലും ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് സർക്കാർ ഇന്ന് മറുപടി നൽകേണ്ടതുണ്ട്. ആ മറുപടി ഇന്ന് സർക്കാർ ഇത് സംബന്ധിയായ കാര്യങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗം കൂടി സംബന്ധിയായ കാര്യങ്ങളിൽ പരിഗണിച്ച ശേഷമായിരിക്കും മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു മകളായ സുജാത ബോബൻ ഇക്കാര്യത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് അവരുടെ ഒരു വിശദീകരണവും നൽകണം. എങ്കിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ കോടതി ഇടപെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ MM ലോറൻസ് എന്ന മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി 2 ഭാഗങ്ങളോടും വിശദീകരണം നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറയുവാനുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേള. പത്തനംതിട്ടയിലെ കായിക താരങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ജില്ലാ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ്. 50 കോടി മുടക്കിയാണ് ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ശശിനാരായണന്റെ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ഒരു ജില്ലാ സ്റ്റേഡിയം വേണമെന്ന്. ആ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 50 കോടി രൂപ മുടക്കിയാണ് പുതിയ ജില്ലാ സ്റ്റേഡിയം ഇപ്പോൾ പണിയെടുപ്പിക്കുന്നത്. ആദ്യഘട്ട പണികൾ ആരംഭിച്ചിരിക്കുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K. അനിൽകുമാറാണ് നമ്മോടൊപ്പം പങ്കുചേരുന്നത്. എങ്ങനെയാണ് പണികൾ ഇപ്പോൾ നടക്കുന്നത്? ഈ പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് നൽകുമെന്നാണ് ഊരാളുങ്കൽ കമ്പനിയെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഏകദേശം 1.25 വർഷത്തിന് മുമ്പ് തന്നെ പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആധുനിക സ്റ്റേഡിയം എല്ലാം അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്ന രീതിയിലുള്ള സ്റ്റേഡിയമാണോ? അതെ, പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള്, അതോടൊപ്പം തന്നെ 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക്, ഹോക്കി, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ തുടങ്ങിയ മത്സരങ്ങൾ നടത്താനുള്ള പ്രത്യേക വേദികൾ, ഫെൻസിങ്, റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള മത്സരങ്ങൾ, ഇങ്ങനെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അതൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പുതിയ സ്റ്റേഡിയം അല്ലേ? തീർച്ചയായിട്ടും. നമുക്കറിയാമല്ലോ, നമ്മുടെ പത്തനംതിട്ടയിലെ കുട്ടികൾ സിന്തറ്റിക് ട്രാക്കുകൾ ഓടണമെങ്കിൽ നമുക്ക് പാലായി വരെ പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിന് ഒരു മാറ്റം വന്നു ഇപ്പം കൊടുമണ്ണ് വന്നതോടുകൂടി. ഇപ്പോൾ ഇവിടെ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും നിലവാരമുള്ള സ്റ്റേഡിയമാണ്. അത് പ്രത്യേകിച്ച് 9 ലൈൻ 400 മീറ്ററിൽ 9 ലൈൻ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത പ്രദേശത്തൊന്നും ഇല്ല. അത് തീർച്ചയായും കായിക പ്രേമികൾക്ക്, പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റേഡിയത്തിന്റെ പണികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായി. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം പവലിയനോടനുബന്ധിച്ച് നമ്മൾ 100 ഫയലിംഗ് പൂർത്തീകരിച്ചിരിക്കും. അതിൻ്റെ പണി ഇന്നലെ കൊണ്ട് അത് പൂർത്തീകരിച്ചു. അതിൻ്റെ ബാക്കിയുള്ള നടപടികൾ നീങ്ങുകയാണ്. ഇപ്പോൾ സ്റ്റേഡിയം ഉയർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ മഴവെള്ളം പാച്ചിൽ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇപ്പോൾ
ഇതുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് സൗകര്യം അത് 2 മീറ്റർ വീതിയിലാണ് ഓടയുടെ നിർമ്മാണം നടത്തുന്നത്. 2 മീറ്റർ വീതിയിൽ ഓടയുടെ നിർമ്മാണം നടത്തുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ വെള്ളം കയറാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി ആരംഭിക്കാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. സിന്തറ്റിക് ടാക്കിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രത്യേകിച്ച് മഴക്കെടുതിക്കനുസരിച്ച് ഓരോ പ്രദേശത്തും ആ സമയത്ത് നടത്തുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ സിന്തറ്റിക് ട്രാക്കിലേക്ക് കടക്കുക. ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇപ്പം പരിശീലന സൗകര്യങ്ങളെല്ലാം പുതിയ സ്റ്റേഡിയത്തിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക് 80 ആൺകുട്ടികൾക്കും 80 പെൺകുട്ടികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസ്, പിന്നെ അവിടെ ഡൈനിങ് ഹാള്, കിച്ചണ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് കാണും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് താമസ സൗകര്യം ഉൾപ്പെടെ ചെയ്യുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാത്ത സർക്കാരാണ് PR ഏജൻസിക്ക് പണം നൽകുന്നതെന്ന് വി മുരളീധരൻ. കഴിഞ്ഞ 8 വർഷ കാലയളവിൽ എങ്ങനെ ഈ തുക ചിലവഴിച്ചു എന്ന് വിശദമാക്കണം. കിങ്കരന്മാരെ കൊണ്ട് വിശദീകരിക്കാതെ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണം. ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇത്തരം PR ഗിമ്മിക്കുകളെന്നും മുരളീധരൻ പറഞ്ഞു. അതേക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല. പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഡയലോഗുകളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തലയാണ്, തലച്ചോറാണ്, തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ വായന താഴേന്ന് മുകളിലേക്കാണ്. നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴേന്ന് മുകളിലോട്ടേക്കാണെന്നാണ്. ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേകതരം വായനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. വിവാദ വിഷയങ്ങളിൽ മറുപടി പറയാൻ നമുക്കറിയാം. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഒരുപാട് വിഷയങ്ങൾ ബാക്കിയാണ്. നാളെ നിയമസഭാ സമ്മേളനമുണ്ട്. അവിടെയൊക്കെ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിക്ക് മുൻപ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായുള്ള മറുപടിയിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണ്. വി അരുൺ ചേരുകയാണ്. അരുൺ, മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയണം ഈ മലപ്പുറം അഭിമുഖ വിവാദത്തിലൊക്കെ എന്നാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നത്, ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനിപ്പോൾ അതിനെല്ലാമുള്ള മറുപടി ഇന്നുണ്ടാകുമോ? കഴിഞ്ഞ അവിടുത്തെ വാർത്താ സമ്മേളനം പോലെ 2 മണിക്കൂറോളം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത്. രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗമുണ്ട്. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തും മുഖ്യമന്ത്രി. ഏറ്റവും പ്രധാനം PR ഏജൻസി വിഭാഗത്തിലാകും മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് ഉണ്ടാകുക. ADGP MR കുമാറിന്റെ നടപടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് വ്യക്തമല്ല. കാരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇതുവരെ മുഖ്യമന്ത്രി ലഭിച്ചിട്ടുണ്ടെന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ആ വിഷയം ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അതിൽ പിന്നീട് തീരുമാനം എന്ന് അറിയിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ PR ഏജൻസി ഏർപ്പെടുത്തി PR ഏജൻസി തെറ്റായ വാർത്ത നൽകിയിട്ട് എന്ത് നടപടി എടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചോദ്യം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, വിശദമായ പ്രതികരണം എന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. കോട്ടയത്തെ ആമ്പൽ വസന്തത്തിന് സമാപനം. നെൽകൃഷിക്ക് സമയമായതോടെയാണ് കർഷകർ ആമ്പൽ ചെടികൾ നശിപ്പിച്ച് പാടമൊരുക്കിയത്. അപൂർവം ചില സ്ഥലങ്ങളിൽ 3 ദിവസം കൂടി ആമ്പൽ പൂക്കൾ കാണാം. ഈ വാർത്തയോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ആസ്വാദകരുടെ മനസ്സ് നിറച്ചൊരു ആമ്പൽ പൂക്കാലത്തിനു കൂടി അവസാനം. കോട്ടയത്തെ കർഷകർ തിരികെ നെൽകൃഷിയിലേക്ക്. പാടങ്ങളിലെ വെള്ളം പൂർണ്ണമായും പറ്റിച്ചു. ഇതോടെ ആമ്പൽ ചെടികൾ ഇല്ലാതായി. ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ പാടങ്ങളിലും. കളനാശിനി അടിച്ച പാടങ്ങളിൽ വരമ്പ് വെട്ടി തുടങ്ങി. തുലാം 10-നാണ് മലരിക്കലെ വിത്ത് വിതയ്ക്കൽ. നല്ല രീതിയിലാണ് ആമ്പൽ വസം നടന്നത്. എല്ലാം ഇവിടെ ഒരു
150 വള്ളം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു 3 മാസമുള്ള അരി മേടിക്കാനുള്ള മാർഗ്ഗം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂ വിൽക്കുന്നവരുണ്ടായിരുന്നു, ഇതിൻ്റെ ചുവട് പറിച്ച് വിൽക്കുന്നവരുണ്ടായിരുന്നു. എല്ലാം നല്ല പരിപാടിയായിരുന്നു നടന്നത്. വരമ്പ് വെട്ടി ഒരുക്കിയ ശേഷം പാടത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും, കളനാശിനിയും തളിക്കും. അപ്പോഴേക്കും വിത്ത് വിതയ്ക്കാൻ സമയമാകും. ഇത് വർഷം ഒരു 150 വർഷം മുതൽ തീരെ വർഷാവർഷം കൃഷി ചെയ്യുന്ന സ്ഥലം. 1800 ഏക്കറുണ്ട്. 1800. വള്ളത്തിനും പാർക്കിങ്ങിനുമൊക്കെയായി മികച്ച വരുമാനമാണ് കഴിഞ്ഞ 3 മാസമായി മലരിക്കൽ നിവാസികൾക്ക് കിട്ടിയത്. പഞ്ചായത്തും പ്രവേശന ഫീസ് വഴി വരുമാനം നേടുന്നുണ്ട്. നിലവൊരുക്കുന്ന വണ്ടിക്ക് ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, വണ്ടി ട്രാക്ടർ അടിച്ച് നിരപ്പാക്കുക. നിരപ്പാക്കി പിന്നെ ഇതിന് ഇപ്പം ഇത് കഴിയുമ്പം വെള്ളം കയറ്റും. വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വിതയ്ക്കാനുള്ള പരിപാടികളാണ്. പിന്നെ ഗ്രാമീണ ടൂറിസം മേഖലയിൽ മലരിക്കൽ ഒരു പുത്തൻ മാതൃകയാണ്. അടിസ്ഥാന സൗകര്യ മേഖല ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും വരുന്ന 1 വർഷം ആമ്പൽ പ്രേമികൾക്ക് ഇനി കാത്തിരിപ്പിന്റേതാണ്. മലരിക്കൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.